ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ നിൽക്കുമ്പോഴും എനിക്ക് യേശുവിനെ സ്പർശിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ടത്. സ്പർശിക്കാതെയാണോ ഒരു വിശുദ്ധ കുർബാനയും കഴിഞ്ഞ് ഞാൻ കടന്നു പോകുന്നത്? ആത്മശോധന ചെയ്യുന്ന നല്ലതാണ്. കാരണം ജനക്കൂട്ടം തിക്കിഞ്ഞിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അറിയാതെ തട്ടിപ്പോകുന്നവരുണ്ടാകും. തട്ടിപ്പോകുന്നവരായി മാറാനല്ല, സ്പർശിക്കുന്നവരായിട്ട് മാറാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. കുർബാനയ്ക്കൊക്കെ നമ്മൾ വരുന്നുണ്ട്, ഇവിടെ വന്ന് നിന്ന് നമ്മൾ അറിയാതെ ഇങ്ങനെ തട്ടി പോവുകയാണ്. ഈ തിരക്കിനിടയിൽ ഇങ്ങനെ തട്ടി പോകുന്നു. അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഉറങ്ങി. നമ്മൾ ഈ കുർബാനയിലെ എല്ലാ പാട്ടും നമുക്കറിയാവുന്നതാണ്. നമ്മളറിയാതെ തന്നെ നാവ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. അറിയാതെ തന്നെ നമ്മുടെ കരങ്ങൾ കൂപ്പും, അറിയാതെ തന്നെ നമ്മൾ മുട്ടുകൾ മടക്കും. എല്ലാം നമ്മളിങ്ങനെ അറിയാതെ ചെയ്തു പോകും. ഒരു യാന്ത്രികമായിട്ട് ഇങ്ങനെ ചെയ്തു പോകുന്നു. എന്നാൽ ഈ രക്തസ്രാവക്കാരി സ്ത്രീ വിശ്വാസത്തോടെയാണ് വന്നിരിക്കുന്നത്, സ്പർശിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ. ബാക്കിയുള്ളവര് ഈ യേശുവിൻ്റെ അരികിൽ നിൽക്കണം, ഒരു സെൽഫി എടുക്കണം, അല്ലെങ്കിൽ കൂടെയുണ്ട്, ഇത് രോഗസൗഖ്യം കിട്ടുമോ, ഇവൻ എങ്ങനെയാണെന്നൊക്കെ ചിന്ത മാത്രമേ ഉള്ളൂ. രക്തസ്രാവകാരി സ്ത്രീ വന്നിരിക്കുക തൻ്റെ ജീവിതം മുഴുവനായിട്ടൊന്ന് സ്പർശിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ. ചില കുർബാനകൾ അറിയാതെ നമ്മൾ കഴിഞ്ഞു പോയത് നമുക്ക് എത്ര ദിവസങ്ങളാണ്. ഇങ്ങനെ സ്വപ്നമൊക്കെ കണ്ട് അറിയാതെ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട്. സ്പർശിക്കാതെ പോകുന്ന ദിവസങ്ങളായിട്ട് മാറാതെ ഇരിക്കരുത്. സ്പർശിക്കണം യേശുവിനെ. ഓരോ വിശുദ്ധ അതിന് ഒരുങ്ങി വരണം. വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ ഒരുങ്ങി വരുമ്പോൾ സ്പർശിക്കുന്നുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളോട് യേശു ചോദിക്കും, മോനെ മോളെ, എന്താ നീ എന്നെ സ്പർശിക്കാതെ പോകുന്നത്? വിശദീകരണത്തിന് ബലിപീഠമേ എന്ന പ്രാർത്ഥന കഴിഞ്ഞ് നീ ഇറങ്ങിപ്പോകുമ്പോൾ യേശു ചോദിക്കും, ഇന്നും നീ എന്നെ സ്പർശിക്കാതെയാണോ ഇറങ്ങിപ്പോകുന്നത്? ദൈവത്തെ തൊടാതെ പോകുന്ന ബലികളായിട്ട് മാറാതെ നമ്മുടെ ബലികൾ ദൈവത്തെ തൊടുന്ന ബലികളായിട്ട് മാറും. ഹൃദയം കൊണ്ട് തൊടണം. ആ ഹൃദയം കൊണ്ട് തൊടുമ്പോഴാ അത് അനുഗ്രഹത്തിന്റെ നിമിഷമായിട്ട് മാറുള്ളൂ. അപ്പോ ബലി നമുക്ക് സമയം പോകുന്ന അറിയില്ല. നമ്മൾ കണ്ണുനീരോടുകൂടി ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധി നിൽക്കുമ്പോണ്ടല്ലോ, അതിനൊരു അർത്ഥം ആഴമുണ്ട്. അതങ്ങ് ചിന്തിച്ച് അങ്ങനെയൊന്ന് ബലി അർപ്പിച്ച് നിൽക്കുന്നു. ഒരുങ്ങി വന്ന് ദൈവത്തെ തൊട്ടു പോകുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ആ ബലി ഏറ്റവും അഭിഷേകമായിട്ട് മാറും. ഇതുവരെ അനുഭവിച്ചില്ലെങ്കിൽ ഇത്രയും നാള് നീ തട്ടി പോകുന്ന വ്യക്തിയായിട്ട് മാറിയത് കൊണ്ടാണ് ആ രക്തസ്രാവക്കാരി സ്ത്രീ സ്പർശിച്ചതുപോലെ എനിക്ക് ദൈവത്തെ സ്പർശിക്കാൻ പറ്റട്ടെ. പ്രാർത്ഥിക്കാം.